നടി മാല പാർവതി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ചീഫ് സെക്രട്ടറിക്ക് ഇത്തരമൊരു പരാമർശം കേൾക്കേണ്ടി വരുന്നു, അതിനോട് പ്രതികരിക്കേണ്ടി വരുന്നു. അങ്ങുൾപ്പെടെയുള്ളവർ കലാസാംസ്കാരിക രംഗത്തെല്ലാം തന്നെ ഈ നിറത്തിൻ്റെ അധിനിവേശത്തിനെതിരെ, തൊഴിൽപരമായിട്ടുള്ള ഇകഴ്ത്തലിനെതിരെ, ജാതിപരമായ ഇകഴ്ത്തലിനെതിരെ, നിറത്തിൻ്റെ പേരിലുള്ള ഇകഴ്ത്തലിനെതിരെ എല്ലാം തന്നെ കൃത്യമായി പ്രതികരിക്കുന്നവരാണ്. ഇപ്പം ചീഫ് സെക്രട്ടറിക്ക് പോലും ഇങ്ങനെ ഒരു ആക്ഷേപം. ആധുനിക ലോകത്തിലേക്ക് നമ്മുടെ സമൂഹം ഇനിയും മാറിയിട്ടില്ല എന്ന് വേണോ കരുതേണ്ടത്? തീർച്ചയായിട്ടും ആലോചിച്ചു ഇവര് എത്ര ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു ലേഡി. അതിനെക്കാട്ടിയും എന്ത് കാര്യം ഏൽപ്പിച്ചാലും, ശാരദാ മാമിന്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവര് തൊഴില് എല്ലാം ടോപ്പ് നോച്ചാണ്. എന്ത് കാര്യം ചെയ്താലും അതിനെ ഇപ്പം ശുചിത്വ മിഷനിലും അവർ വർക്ക് ചെയ്യുന്ന ഒരു വേസ്റ്റ് മാനേജ്മെന്റ്, അതൊക്കെ ഒരു എന്ത് കാര്യം അവർ ആദ്യകാലം മുതൽ അവരുടെ നോക്കി കഴിഞ്ഞാലും ഒരു തരത്തിലുള്ള ഒരു ചേഞ്ചോ ഒരു തരത്തിലുള്ള ഒരു കുറ്റം പറയാൻ പറ്റാത്ത അത്രയും പെർഫെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അവരെ ഇകഴ്ത്താൻ അവരുടെ നിറം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഇത് ശരിക്കും നമ്മളെല്ലാവരും തല കുനിഞ്ഞ് പോകേണ്ട ഒരു കഥ. തല കുനിഞ്ഞു പോകുന്നു. കാരണം വെച്ചാൽ ഇത്രയും ഇപ്പോഴും ഇങ്ങനെ ജാതി നിറവും എല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ് നമ്മുടെ സാംസ്കാരിക കേരളം, വിദ്യാഭ്യാസ കേരളം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തൊക്കെ തരം ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളും എല്ലാ ദിവസവും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുകളിലാണ് എന്നൊക്കെ നമ്മൾ അഹങ്കരിക്കുമ്പോൾ ഏറ്റവും താഴെയാണ് നമ്മളത് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. ശ്രീമതി മാല പാർവതി, ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ ഇത്രയും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും ഇത്തരം ഒരു ഇകഴ്ത്തൽ നേരിടേണ്ടി വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുമ്പാണ് ഭർത്തൃ വീട്ടിൽ നിറത്തിന്റെ പേരിലൊക്കെ വലിയ രൂക്ഷമായ ഒരു താഴ്ത്തിക്കെട്ടലുകളും ഒക്കെ ഉണ്ടായി. ഒരു പെൺകുട്ടി ആത്മഹത്യയിലേക്ക് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് പോലും മനസ്സിത്ര വിഷമിച്ചു പോകുമ്പോൾ ഒരു സാധാരണക്കാർ, നമുക്ക് ഒരു തരത്തിലും ഒരു അധികാരത്തിന്റെ ഒരു സംരക്ഷണവും ഇല്ലാത്ത സാധാരണക്കാർ ഇത്തരം കാര്യങ്ങളിൽ നേരിടുന്നത് എത്ര സങ്കടകരമായ അവസ്ഥയായിരിക്കും? തീർച്ചയായിട്ടും എന്നുവെച്ചാല് നമ്മളേറ്റവും ഇത് വളരെ പേഴ്സണൽ ആണല്ലോ. വെളിയിൽ പറയാൻ പറ്റാത്ത, ഷെയർ ചെയ്യാൻ പറ്റാത്ത വേദനയാണ്. നമ്മൾ എത്രയോ പേരെ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ കൊലപാതകം ചെയ്തു, ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വാർത്തയായി പോകുന്നുണ്ട്. സത്യത്തിൽ പേഴ്സണലായിട്ട് അന്വേഷിച്ചാൽ ഇതുപോലെ ഉള്ള ബുള്ളിങ് അവർ അനുഭവിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ ആത്മഹത്യയുടെയൊക്കെ പിന്നിൽ എന്തിനാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നൊക്കെ നമ്മൾ ചോദിക്കും. ചിലപ്പോൾ ഇതിന്റെ പിന്നിൽ ഈ അപമാനം അവര് താങ്ങാനാവാതെ ആയിരിക്കും. ആ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് വെളിയിൽ പോലും ഷെയർ ചെയ്യാൻ പറ്റാതെ എത്രയോ കുട്ടികൾ ഇപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന പിള്ളേർ ഫെയർനെസ് ക്രീമും അതും ഇതും ഓരോ ദിവസവും ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് നമ്മൾ പറയുന്ന ഭയങ്കര പോപ്പുലറുമാണ്. അവർ ഓരോ ദിവസവും ഈ ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ കഥകൾ ഇങ്ങനെ പറയും, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, വെളുക്കണം. ഇത് ഇത്രമാത്രം ട്രോമയാണ് മനുഷ്യരുടെ മനസ്സിലോട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ എങ്ങനെ ഇരുന്നാലും നമ്മുടെ സൗന്ദര്യങ്ങളാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇപ്പൊ എല്ലായിടത്തും. ബോഡി ഷെയ്മിങ്ങിനെതിരെയൊക്കെ എപ്പോഴും മീഡിയ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരു വലിയ നിലയ്ക്ക് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ നിറം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇപ്പോഴും പേഴ്സണലി അനുഭവിക്കുന്ന ഒരു ട്രോമ തന്നെയാണ് ആൾക്കാർ. ഞാൻ വിചാരിക്കും എത്രയോ പേര് ആത്മഹത്യ സ്കൂളിലൊക്കെ നമ്മൾ അതൊന്നും അന്വേഷിച്ചിട്ടേ ഇല്ല അല്ലേ. ചിലപ്പോ ഈ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ വയലൻസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറയാറുണ്ട്. ഈ പറയുന്ന നിങ്ങളൊന്നിനും ഈ അഡോളസൻസ് എന്ന് പറയുന്ന ഒരു നെറ്റ്ഫ്ലിക്സിൽ ഭയങ്കര ഒരു വെബ് സീരീസ് നടക്കുവാണ്. അതിനകത്ത് അവർ പറയുന്ന ഒരു ടീം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലെ ബുള്ളിയിങ് ആണ്. ആ ഒരു കൊന്ന പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ ഇവനൊരു കഴിവില്ലാത്തവനാണ് എന്ന് പറഞ്ഞുള്ള ബുള്ളിയിങ് നിരന്തരം നടത്തിയതിന്റെ പേരിലാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ആക്ട് മാത്രമേ നമ്മളെ കാണുന്നു. മാലപാർവതി പറഞ്ഞ പോലെ തന്നെയാണ് അത് എല്ലാ മേഖലകളിലും ഇതുണ്ട്. ഒരുപക്ഷെ സിനിമയിലും ഇത് വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്നുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്. ഇതാണ് ഈ വെളുത്തിട്ട് പാറാം എന്ന് പറഞ്ഞൊരു യൂട്യൂബ്, അതാണ് മലപാർവതി നേരത്തെ സൂചിപ്പിച്ചത്. ചില ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ തന്നെയാണ് ഏതോ ക്രീം എന്തൊക്കെയോ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇത് തേച്ചാൽ അങ്ങ് വെളുക്കും, മുടി പോലും ചെമ്പനാക്കി മാറ്റിയപ്പോ അത്രയ്ക്ക് ആളുകൾ നിറത്തിൽ ഇങ്ങനെ അഭിനമിച്ച് നിൽക്കുന്നതിന്റെ പേര് മാത്രമല്ല. ഇപ്പൊ ഞാൻ ഓർക്കാം, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ചെത്തുകാരന്റെ മകൻ എന്നുള്ള അതായത് തൊഴിൽപരമായിട്ടുള്ള അധിക്ഷേപം നടത്തുകയുണ്ട്. അതും ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിയത്. സ്വാഭാവികമായിട്ടും നിറത്തിന്റെ പേരിലായാലും ശരി, തൊഴിലിന്റെ പേരിലായാലും ശരി, വർഗത്തിന്റെ പേരിലായാലും ശരി, ശാരീരിക അവസ്ഥകളുടെ പേരിലായാലും ശരി, എന്തിന്റെ പേരിലായാലും ശരി, ഒരാളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുകയോ അവരെ ഇങ്ങനെ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരിക്കലും ആധുനിക മനുഷ്യന് ചേർന്നതല്ല. അത്തരം ഒരു നിലപാട് ഉണ്ടാകാതിരിക്കണം എന്നുള്ളതാണ് അതിന്റെ രീതി.